തൊട്ടിൽപ്പാലത്ത് യുവതി കാറിൽ പ്രസവിച്ചു. തൊട്ടിൽപ്പാലം മിക്ര ആശുപത്രി ജീവനക്കാരുടെ അവസരോചിതമായ ഇടപെടൽ അമ്മയ്ക്കും കുഞ്ഞിനും രക്ഷയായി. അമ്മയും കുഞ്ഞും ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവാന്മാരാണ്. കഴിഞ്ഞ ഡിസംബർ 17 ചൊവ്വാഴ്ച രാത്രി 11:30 തൊട്ടിൽപ്പാലം മിക്ര ആശുപത്രി ലക്ഷ്യമാക്കി ഒരു കാർ പാഞ്ഞെത്തി. പുറത്തുണ്ടായിരുന്ന ആംബുലൻസ് ഡ്രൈവർ ഫസൽ കാറിനടുത്ത് ചെന്ന് വിവരം അന്വേഷിച്ചു. കാറിൽ പ്രസവവേദന കലശലായി ഒരു അമ്മയുടെ പ്രസവം ആരംഭിച്ചിരിക്കുന്നു. ഫസൽ കാഷ്വാലിറ്റിയിലേക്ക് ഓടിയെത്തി ഡോക്ടറോടും നഴ്സുമാരോടുമായി പെട്ടെന്ന് വരാനും കാറിൽ പ്രസവം നടക്കുന്നുവെന്നും പറഞ്ഞു. കാഷ്വാലിറ്റിയിലെ ഡോക്ടറും നഴ്സുമാരും ബെഡ്ഷീറ്റുകളും മറ്റു ഫസ്റ്റ് എയ്ഡ് ഉപകരണങ്ങളുമായി പുറത്തേക്കൂടി. ബെഡ്ഷീറ്റുകൾ കൊണ്ട് കാറിന് മറയുണ്ടാക്കി പൊക്കിൽ കൊടി മുറിച്ച് അമ്മയെയും കുഞ്ഞിനെയും സുരക്ഷിതരാക്കി. തുടർന്ന് ലേബർ റൂമിലേക്ക് മാറ്റി. കക്കട്ട് ഭാഗത്തുള്ള അമ്മയ്ക്ക് പെട്ടെന്നാണ് പ്രസവ വേദന ഉണ്ടായത്. തുടർന്ന് അടുത്തുള്ള ആശുപത്രിയിൽ പോവുകയും അവരുടെ നിർദ്ദേശപ്രകാരം പെട്ടെന്ന് തന്നെ തൊട്ടിൽപ്പാലം ഇക്രയിലേക്ക് വരികയായിരുന്നു. തൊട്ടിൽപ്പാലം ഇക്ര ആശുപത്രി കാഷ്വാലിറ്റി വിഭാഗം ഡോക്ടർ ഷഫാദ്, നഴ്സുമാരായ ആര്യജിത്തിൻ, ചിഞ്ചു സതീഷ്, രമ്യ, ആര്യ പി കെ, ഗൈനക്കോളജി വിഭാഗം നഴ്സുമാരായ ജുബിത, നിഷാദ്, നീതു സനീഷ്, ആംബുലൻസ് ഡ്രൈവർമാരായ ഫസൽ, നസീർ, സെക്യൂരിറ്റി ജീവനക്കാരൻ അഭിജിത്ത് എന്നിവരുടെ അവസരോചിതമായ ഇടപെടലാണ് കാറിലെ പ്രസവം സുഗമമാക്കിയത്. അമ്മയും കുഞ്ഞും പൂർണ്ണ കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു ഈ സംഭവം നടക്കുന്നത്. ഇവിടെ ഞങ്ങൾ ഒരു വലിയ തിരക്കില്ലാത്തൊരു ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ സാധാരണ രീതിയിൽ നമ്മുടെ കാഷ്വാലിറ്റിയിലെ സ്റ്റാഫ്, ആംബുലൻസിലെ സ്റ്റാഫ് എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ നമ്മൾ വന്നിട്ട് അലേർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അന്നത്തെ ദിവസം ഇതേപോലെ ഫസൽ ഓടി വന്നിട്ട് ഒരു എമർജൻസി ഉണ്ടെന്ന് വന്ന് പറഞ്ഞു. ഞങ്ങൾ കാഷ്വാലിറ്റിയിലെ ടീം എല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലേക്ക് പോയി. അപ്പോൾ അവിടെ കാണാൻ കഴിഞ്ഞത് ഒരു അമ്മ ഒരു ഡെലിവറി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. വാട്ടർ ബ്രേക്ക് ആയിരുന്നു. അപ്പോൾ ഡെലിവറിയുടെ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ സ്റ്റാഫ് അവിടെ ചെന്നു, എന്ത് ചെയ്തു, വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു. കുട്ടിയെയും അമ്മയെയും മാറ്റി ലേബർ റൂമിലേക്ക് മാറ്റി. അമ്മയും കുട്ടിയും സേഫായിട്ടിരിക്കുന്നു. ട്രീറ്റ്മെൻറ്റൊക്കെ ഓൺഗോയിങ് ആയിട്ട് പോയി. അതേപോലെ ഗൈനക്കോളജിയിലെ വിഭാഗത്തിൽ ഫർദർ ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ കുട്ടിയുടെ പരിചരണത്തിലാണ്. അപ്പോൾ കുട്ടിയും അമ്മയും സേഫായിട്ടിരിക്കുന്നു.